ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓടക്കല്ലി നാച്ചുറൽ കേവിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേവിൽ കാര്യങ്ങളും പോയെങ്കിലും അവിടെ കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലി ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് കേവി വിസിറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയണ്ടേ, കുറച്ചൊരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ ഒരു 1 അവർ എടുത്തിട്ട് ഒരു ഗാർഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് താഴേക്ക് വരുന്ന രീതിയിലും ചെയ്യാം. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇവിടെ വരുമ്പം തന്നെ ആക്ച്വലി ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ആട്ടോ, ഒരു നാച്ചുറൽ ഫീലാണ്. ഇതാ നോക്കിയട്ടെ, ഇവിടെ കംപ്ലീറ്റ് വെള്ളം ആയതുകൊണ്ട് തന്നെ ഇതാ ഷൂസൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് യാത്ര. കുറച്ചൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അല്ലെ, ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ നോർമൽ സ്റ്റെപ്പാണ്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ ചെറിയ GI കൊണ്ടുള്ള സ്റ്റെപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശം കണ്ടോ, ഈ രീതിയിലുള്ളത്. നല്ല സ്ലിപ്പാവുന്നുണ്ട്, നല്ല ഇരുട്ടുമാണ്. നടന്നോ. ഇത് ആക്ച്വലി പക്ക ഒരു നേരോ കേവാണ് കേട്ടോ. ഇങ്ങനെ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വാ, ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഹാൻഡ് റെയിലേ കൂടി അങ്ങോട്ട് പോയാൽ മതി, ഇവിടെ തെറ്റേണ്ട ആവശ്യമില്ല. ഈ ഹാൻഡ് റെയിൽ കാണുന്ന ഭാഗത്തൂടെ പോയത്. ഇതാ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ടീംസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെക്കാണ് മുന്നേ തന്നെ ഇവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായി? ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ മാത്രം നമുക്ക് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്തിന്, കാരണം ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നെറോ പാത്തിലേക്ക് കൂടി പോവുകയാണേ. തലമുട്ടുന്നോന്നറിയില്ല. ഇതിവിടെ ശാരികയുണ്ടേ. ഇതാ കുട്ടേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. സുഭാഷ് വീണാലും രക്ഷപ്പെടുത്താൻ പറ്റിയ കുട്ടേട്ടൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര അഡ്വഞ്ചർ തന്നെയാണ് കേട്ടോ. നവ്യ ഇവിടെ നിൽക്കുന്നുണ്ട്. വന്നോളൂ വന്നോളൂ. കാരണം ആരെ മുന്നിലും തലയങ്ങനെ കുനിക്കാറില്ലായിരുന്നു, പക്ഷെ ഇതൊരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. വല്ലാതെ കണ്ട് തല കുനിക്കേണ്ടി വന്നു. ഇത് ഒരു കയ്യിൽ ഷൂ, മറു കയ്യിൽ ഹാൻഡ് റെയിലും പിടിച്ചിട്ടാണ് കയറുന്നത്. റിസ്കി ടാസ്കാ. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിച്ചം കിട്ടി. നമ്മൾ ടോപ്പ് പോർഷനിലെത്തി. അവിടെ നിന്ന് താഴേക്ക് പോവാണേ. ഇനി താഴേക്ക് ഇതാ ശാരികയും നവ്യയും താഴേക്ക് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ ഇനിയും മുകളിലോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇത് വീണ്ടും മുകളിലേക്ക് തന്നെയാണ്. പണ്ടത്തെ ജംഗിൾ ബുക്സ് വായിക്കുന്ന ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നു. അപ്പാ ശരിക്കും ടയർഡായി. കണ്ടോ ഇതിനുള്ള സ്ട്രക്ചർ കണ്ടോ, കണ്ടോ ഇവിടെ വീണ്ടും സ്റ്റെപ്പ് വന്നു. ഒരു ലൈഫല്ലേ ആകെയുള്ളൂ. ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയാലും ഭയങ്കര തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന സമയം ഒന്ന് മാക്സിമം എൻജോയ് ചെയ്യാം. എക്സിറ്റ് എത്തിയല്ലേ? അവർ ഏകദേശം മുകളിലെത്തി, ഞാനാണെങ്കിൽ എത്തിയില്ല, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആണല്ലേ? അല്ല, ഇവിടുന്ന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല വ്യൂ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ അടുത്ത ട്രിപ്പ് ആൾക്കാർ വരുന്നുണ്ട്. അതിസാഹസികം തന്നെ മക്കളെ, അതിസാഹസികം. മുകളിലെത്തിയതിന് ശേഷം എല്ലാവരും കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. നല്ലൊരു പ്ലേസ് ആയിരുന്നു. അവിടെ ഇത് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും താഴേക്ക് പോവാണ്. ആ ഷബാന എത്തിയവിടാ, ഗ്രേറ്റ്. അപ്പം നമ്മൾ ഓടക്കൊല്ലീൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ളത്. ഇതാ ഷബാന എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും മുകളിലത്തെ പോർഷനിലുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടുന്ന് പോയാൽ പിന്നെ നോക്കണ്ട. ഇവിടെ എക്സിറ്റ് വേ കാണിക്കുന്നുണ്ട്. എക്സിറ്റ് കാണിച്ചിട്ടും മുകളിലേക്ക് തന്നെയാണ് സ്റ്റെപ്പ് കാണിക്കുന്നത്. മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വീണ്ടും മുകളിലേക്കാണോ ദൈവമേ പോകുന്നത്? അല്ല, ഇതാ ഭയങ്കര ധൈര്യത്തോടെയാണ് ഇവർ കയറി വരുന്നത്, ഒരു പേടിയില്ലാണ്ട്. അയ്യോ,
അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി. ഒരു കുട്ടേട്ടനും വേണ്ടി വന്നില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ, അല്ലാണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി വന്നു.